ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് അടിപൊളി ഒരു ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കിയാലോ. എളുപ്പം എന്ന് പറയില്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി മെത്തേഡ് നോക്കുവാണെങ്കിൽ ഇത് കുറച്ച് ഈസി ആട്ടോ. അപ്പോൾ ഒരു പാൻ എടുക്കുക, 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 2 മുട്ട പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ഉപ്പും കുരുമുളകും മാത്രമേ ഇടുന്നുള്ളൂ. ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്യാം, ചിക്കി എടുത്തിട്ട് ഇതൊന്ന് കുക്കായി വരുമ്പോഴത്തേനും ഒരു ബൗളിലേക്ക് മാറ്റുക കേട്ടോ. സെയിം പാനിൽ തന്നെ നമ്മൾ ആവശ്യത്തിന് എണ്ണ വേണമെങ്കിൽ ഒഴിക്കുക, അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള എണ്ണയിൽ തന്നെ ചെയ്താലും മതിയാവും. അതിലേക്ക് ഒരു സവോള, ഒരു തക്കാളി, ഒരു പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റി ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. ഇതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുന്ന ടൈമിൽ നമ്മൾ ചിക്കൻ മസാല ഇടുക കേട്ടോ. ഇത് ഓവർ കുക്കാവേണ്ട കാര്യമില്ല, ചെറുതായിട്ട് വഴന്ന് തന്നാൽ മതി. അപ്പോൾ ചിക്കൻ മസാല നമ്മുടെ നൂഡിൽസിൻ്റെ കൂടെ കിട്ടുമല്ലോ, ആ ചിക്കൻ മസാല ഇട്ടാൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്രിഫറൻസ് പോലെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആഡ് ചെയ്ത് ഇതൊന്ന് വഴറ്റുക. ഇതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ നേരത്തെ ചിക്കി വെച്ച മുട്ട ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. മീൻവെൽ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. നമ്മൾ ചിക്കൻ നൂഡിൽസ് ആണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ചിക്കൻ്റെ പണികളും കൂടി ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ബോണുള്ള ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അതിലും കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മാരിനേറ്റ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക. ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കാവുന്ന ടൈമിൽ ഈ മസാല ഒന്ന് വഴറ്റി നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നൂഡിൽസ് കുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഉപ്പ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഓയിലോ വേറെ മസാലാസോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ നൂഡിൽസ് എടുത്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കുക കേട്ടോ. 3/4 പാക്കറ്റ് നൂഡിൽസ് ആട്ടോ ഇടുന്നത്. അപ്പോൾ അത് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. കുക്കായി വരുമ്പോഴത്തേനും വെള്ളം ഊറ്റുക. കുറച്ച് വെള്ളം ഊറ്റുന്നതിന് ഞാൻ ഈ പ്രിപ്പയർ ചെയ്ത മസാലയിലിട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ജ്യൂസി ആവാനാണ് കേട്ടോ. അപ്പോൾ ചിക്കനെല്ലാം ബോണെല്ലാം കളഞ്ഞിട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ ഞാൻ ഈ മസാല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ചിക്കൻ്റെ ഓയിലും കൂടി കിട്ടുമല്ലോ, ഇട്ട് കൊടുത്തിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഇടുക. പിന്നെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് ഇളക്കുക. ശേഷം നമ്മൾ കുക്ക് ചെയ്ത നൂഡിൽസും കൂടി ഇട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചിക്കൻ നൂഡിൽസ് റെഡി. എല്ലാവരും ഡു ട്രൈ ഇറ്റ്. ആൻഡ് ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ക്ലിക്ക് ദ ലിങ്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.